ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ നബിദിനത്തിൻ്റെ അന്നാണ് നിങ്ങളെയും തിരുവോണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ തിരുവോണത്തിൻ്റെ അന്നായിരിക്കും ഞങ്ങൾക്കും നബിദിനം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് പറയാൻ കാരണം, ഇന്ന് ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിങ്ങാണ്. ചെറിയ ഫോട്ടോഷൂട്ടിങ് എൻ്റെ ഫ്രണ്ട്സും ഞാനും പാടെയാണ്. ഒരു ചെറിയ ഫോട്ടോഷൂട്ടിങ്ങാണ്. അപ്പോൾ നമുക്കേതായാലും ചെറിയ ഫോട്ടോഷൂട്ടിങ് എനിക്ക് സാരിയൊക്കെ എടുക്കണം. ഞാൻ ഹൈറ്റ് ഇല്ലെങ്കിലും ഞാൻ സാരിയൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഫ്രണ്ട്സ് പറയാനല്ല, താത്തമാരാണ് അവർ മൂന്നാളും. ഞങ്ങൾ മൂന്നാളും കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അന്നത്തെ ഓണാശംസകൾ ഇന്ന് പറയുകയാണ്. എല്ലാവർക്കും തിരുവോണ ആശംസകൾ എൻ്റെ വകയായിട്ട് നിങ്ങൾ കയ്യിലിരിക്കട്ടെ. ഏതെങ്കിലും സാരി എടുക്കാം. സാരി അപ്പം എങ്ങനെയുണ്ട് എൻ്റെ സാരി? അടിപൊളിയല്ലേ? അപ്പോൾ ഹൈറ്റ് ഇല്ലാത്തവർക്കും തടിയില്ലാത്തവർക്കും സാരി എടുക്കാം. ചിലരുടെ വിചാരം ഹൈറ്റ് ഇല്ലാത്തവർക്കും തടിയില്ലാത്തവർക്കും സാരി എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ദൂരത്തേക്ക് പോയത് നിങ്ങൾക്ക് കാണുകയെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ കൈ കൊണ്ടാക്കുന്നത് എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പം ഒരു ഷോക്കാക്കിയതാണ്. ഈ അമ്മമാരെയൊക്കെ നോക്കണം, സഹിക്കണം ഗൈസ്. ഇത് ഓരോ തല അതിനാടിയത് നടക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സ് അതിന് മേലേക്കരം. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടി വരാൻ കാത്തിരിക്കുകയാണ്. അതുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് സാരി എന്നെ എടുക്കുന്നത്. പിന്നെ നമുക്ക് മേക്കപ്പ് കൂടി ഇടാം. അതിനായിട്ട് നമ്മൾ വീട്ടിൽ. അപ്പം എൻ്റെ അനിയത്തി വരെ എന്താ പറയുക, സാരി എടുക്കുന്നത്. അവൾ തൊപ്പിയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ പിന്നെ കുത്തുന്നുണ്ട്, പക്ഷെ തൊപ്പി ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴുത്തിൽ ഈ ഒരു മാല ഉണ്ട്. നമ്മൾ വീണ്ടും ഈ ഒരു മാല ഇടാൻ പോകും. അല്ല, ചെപ്പിത്തോണ്ടികൾ വിൽക്കാൻ വെച്ച പോലെ ഒരു മാല. രണ്ട് കണ്ണാടികളുണ്ട്. ഇതിൻ്റെ കമ്മലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എനിക്ക് അങ്ങനത്തെ കമ്മലൊന്നും അത്രയ്ക്ക് താല്പര്യമില്ല. എന്താ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഇത്രയും ഒച്ച. എനിക്ക് ഈ ഒരു സ്വർണ്ണമാല ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ഫാൻസി ഇട്ടേ കൊടുക്കട്ടെ. ഞാൻ കണ്ണാടി പോയിട്ട് ഇട്ടാൽ എനിക്ക് ശരിയാവത്തുള്ളൂ. ഈ ഫോണിൽ നോക്കിയിട്ട് ഇട്ടേ എനിക്ക് ശരി. കണ്ണാടി നോക്കിയിട്ട് കണ്ണാടി പോയിട്ടല്ലേ മാല ഇട്ടത്, മനസ്സിന് പോയിട്ടാണ്. എൻ്റെ മാലക്ക് പ്രകാശം നോക്ക്. ഇപ്പൊ എൻ്റെ മാല ചിളങ്ങുന്നത് കണ്ടു. അപ്പോൾ നിങ്ങൾ ഇതിട്ടിട്ട് രസമുണ്ടോ? ഇഷ്ടമായി. പിന്നെ നമുക്ക് മക്കനെ കുത്തണം, മേക്കപ്പ് ഇടണം. ഫസ്റ്റ് നമുക്ക് മേക്കപ്പ് ഇട്ടിട്ട് മക്കനെ കുത്താൻ പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഐഷാഡോ ഇട്ടെടുക്കാം. നമ്മൾ ഐലിനറൊന്നും എഴുതണില്ല. നമുക്ക് ഫസ്റ്റ് ഐഷാഡോ. ഐലിനർ ഇതിൻ്റെ കണ്ണിന് പ്രശ്നമാണ്, അതുകൊണ്ട് ഐലിനർ ഇതിൻ്റെ കണ്ണ് നീറും, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ അതുമല്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഇത് കാണുന്നുണ്ടാവില്ല ഞാൻ എന്താ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ക്യാമറ കുറച്ച് മേലേക്ക് കയറ്റി വയ്ക്കാം, അതൊന്ന് കഴിയട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഐഷാഡോ ആണ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഐഷാഡോ ഈ ക്യാമറ വെച്ച് പോയി മേലേക്ക് വെച്ച് ഐഷാഡോ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ അധികം ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അധികം ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ ഐഷാഡോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടു. അതുപോലെ തന്നെ അടിയിൽ കണ്ണിൻ്റെ
അടിയിൽ കുറച്ച് കൺമഷി എഴുതി കൊടുക്കും. അപ്പോൾ അടിയിൽ എഴുതാൻ വേണ്ടിയിട്ട് കൺമഷി നമ്മൾ ഉപയോഗിക്കാറ് ഈ ഒരു കൺമഷിയാണ്, അതായത് കാജലിൻ്റെ ഈ ഒരു കൺമഷി. ഞാൻ കണ്ണാടി നോക്കി ഇപ്പോൾ നമ്മൾ എഴുതി വന്നപ്പോൾ ആകെ കൺമഷി പരന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മുടിയൊന്നും ഇതുപോലെ ഇല്ലേ കെട്ടുന്നത്, മുടിയൊക്കെ വേറെയാണ് കെട്ടുന്നത്. നമുക്ക് മുടിയൊന്ന് അതേപോലെ തന്നെ മക്കനെ കുത്തുന്നുണ്ട്. മുടി അയച്ചിട്ട് നമ്മൾ സെൻറ്റർ പൊസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സാരി ഉടുത്തതിൻ്റെ പൊലിവാണ് നിങ്ങൾ ഈ പ്രേക്ഷകർ. ഇതുപോലെ മുടി അങ്ങ് പിടിച്ച് മടക്കാണ് കെട്ടിക്കൊടുക്കുക. ഞാൻ മടക്കി കെട്ടാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ മുടിയെടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ക്രാബ് അങ്ങോട്ട് ഇപ്പോൾ കുറച്ചൊക്കെ ടീച്ചേഴ്സിലേക്ക് ആയിട്ടുണ്ടാവും. അതെ ഗൈസ്, ഇത് ചെയ്യണമെന്ന് വളരെ ടീച്ചേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഒരു പൊലിവ് മാത്രം ആദ്യമായിട്ടാണ് പാവം കുട്ടി സാരി ഇടുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അത്തപ്പൂ ഇടുന്ന വീഡിയോ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഷാൾ എടുക്കണം. കുറച്ച് പൗഡറൊക്കെ എടുക്കണം. ആ ഒരു ഫോട്ടോ ഇങ്ങനെ കിട്ടുള്ളൂ. നമ്മൾ വെറുതെ കാട്ടണം കേട്ടോ, ഞാൻ ഇടണമെന്നില്ല. ഈ ഒരു ഷാളാണ് പെരുമാനോട് ഈ ഒരു ഷാൾ പെറ്റോ ചോദിച്ചോട്ടെ. അപ്പോൾ ഈ ഒരു ഷാളാണ് നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മൾ പെറ്റെന്നൊക്കെ പറഞ്ഞത്. നമുക്ക് ഷാൾ പോലെ എടുത്തിട്ട് പാകത്തിന് ഇതിപ്പോൾ മിക്കവാറും ഒക്കെ കേടി വരും. നമുക്ക് ഇതുപോലെ ഷാൾ എടുത്തിട്ട് കുത്താം. അപ്പോളേ വീഡിയോ എടുത്തിട്ടേ ഷാൾ കുത്തൽ നടക്കൂല. ഇത് നമുക്ക് ഓഫാക്കിയിട്ട് വരും.
നമ്മൾ റിസൾട്ട് ഇതാണ്. നമ്മൾ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാവർക്കും നമുക്ക് പെരുന്നാളിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണ മാതിരി നമുക്ക് പോവാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ താത്തമാരും ഇവിടെ വന്നിട്ട് മാറ്റിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് വരാം.